എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എൻ്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. അന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഞാനത് സിദ്ധിനോട് പറഞ്ഞു. അവനത് ബോർഡ് മെമ്പേഴ്സിനോട് പ്രസന്റ് ചെയ്തു. സോ പീപ്പിൾ, നമ്മുടെ ഈ പുതിയ റീബ്രാൻഡിങ് ഐഡിയ കൊണ്ടുവന്ന അവിനാശൻ ടീമുമാണ്. എല്ലാവർക്കും അറിയാം. ആൻഡ് ഇറ്റ് വർക്ക് വണ്ടേഴ്സ് ഫോർ us. We know that too. പുതിയ ലൈക്ക് ബ്രാൻഡഡ് സിഗരറ്റ്സ് ആൻഡ് ഓൾ അതൊക്കെ യങ്സ്റ്റേഴ്സിനിടെ ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. സോ നൗ Avinash has another idea that he wants to propose. Let's hear it from the man himself. All yours, Avi. താങ്ക് യു സിഡ്. ഹലോ എവ്രി വൺ. എല്ലാവർക്കും തിരക്കുണ്ടെന്നറിയാം, സോ ഐ കീപ് ഇറ്റ് ഷോർട്ട്. നമ്മുടെ സിനിമാ തിയേറ്ററിൽ കാണിക്കുന്ന പബ്ലിക് സർവീസ് ആയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓഫ് കോഴ്സ്, നമ്മുടെ ശ്വാസകോശ മുകേഷിനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇപ്പൊ അതല്ലല്ലോ, മറ്റേതല്ലേ. നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എത്ര കഷ്ടമാണ്. രാഹുൽ ദ്രാവിഡിന്റെ. Now that's changed too. Now there is one ugly looking lady with a fake wound on her mouth. അല്ല, ആ ആഡ്സിന്റെ കാര്യം ഇപ്പം പറയാനെന്താ കാരണം? സർ, പടം കാണാൻ പോകുന്നവർക്ക് അത് കാണാൻ താല്പര്യമില്ല. സിനിമാക്കാർക്ക് പണ്ടേ അത് കണ്ടുകൂടാ. ഭയങ്കര ബോറല്ലേ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കാനേ പറ്റില്ലെന്നേ. ഞാൻ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി. ഈ ആഡ് വന്നപ്പോൾ ഞാൻ ചുറ്റും നോക്കി. ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നില്ലെങ്കിൽ ഫോണിലേക്ക് നോക്കും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും നോക്കും. പിന്നെ കുറേ പേർ കണ്ണുടച്ചിരുന്നു. ആക്ച്വലി ഇത് കാണാൻ ആർക്കും താല്പര്യമില്ല. അത് കാണിക്കണമെന്ന് നിർബന്ധമല്ലേ? വേറെ വഴിയില്ലല്ലോ. അല്ല, സർക്കാരിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഇത് ചെയ്തല്ലേ പറ്റും. Hey, have you noticed one thing, guys? In any movie, anybody holds a cigarette in his hand. At the bottom of the screen, you can see tobacco causes painful death. നമ്മളിവിടെ ഒരു പോയിന്റ് മിസ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് എല്ലാ തിയേറ്ററിലും എല്ലാ സിനിമയ്ക്കും എല്ലാ ഷോയ്ക്കും മുമ്പ് ഈ ആഡ് പ്ലേ ചെയ്യണം. അതുകൊണ്ട് താൻ എന്തായി പറഞ്ഞു വരുന്നേ? സർ, അപ്പം ഇതേ ആഡ് ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള രീതിയിൽ നമ്മൾ എടുത്താലോ? സിദ്ധു, താൻ ഇയാളെ ജോലിക്കെടുത്തത് നമ്മുടെ സെയിൽസ് കൂട്ടാനാണോ അതോ കമ്പനി പൂട്ടിക്കാനാണോ? സോറി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ 150 seconds, 2.5 minutes, 2.5 മിനിറ്റിന്റെ സ്ക്രീൻ ടൈം ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ് സിഗരറ്റിനെ പറ്റി സംസാരിക്കാൻ. അതെ, പക്ഷെ അത് പുകവലി പാടില്ല എന്ന് പറയാനല്ലേ? വെറുതെ ഞങ്ങളുടെ സമയം കളയാനാണോ തന്റെ ഉദ്ദേശം? അങ്കിൾ ജസ്റ്റ് ഹിയർ ഹിം ഔട്ട് നോ. അയാൾ പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റി സ്മോക്കിംഗ് ആഡ്സ് സെലിബ്രിറ്റീസിനെ കൊണ്ട് ചെയ്യിക്കണം. ഏറ്റവും നല്ല ആഡ് ഫിൽം മേക്കേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ഉഗ്രൻ ആഡ് ചെയ്താൽ ആൾക്കാർക്ക് അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. പിന്നെ ഇത് കാണിക്കാൻ നമുക്ക് 10 പൈസയുടെ ചെലവില്ല. ഗവൺമെന്റ് തന്നെ ആൾക്കാരെ കാണിച്ചോളൂ ഫ്രീ ആയിട്ട്. ഈ ഫ്രീ എന്നൊക്കെ പറയുമ്പോ കേൾക്കാനൊക്കെ ഒരു രസമുണ്ടല്ലേ? ഈ പയ്യന്റെ ഐഡിയ ഒന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ? What do you all say? Celebrating 25 years of cinema magic. Experience the magic of darkness. Hey, hello. Yes, നിന്നെ തന്നെ. ആ ഫോണിന്ന് മാറ്റി വെച്ച് നിന്നോട് ഞാൻ സംസാരിക്കുന്നേ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സ്റ്റൈലായിട്ടില്ലേ? കുറച്ചാൽ മുമ്പേ ഞാനും നിന്നെ പോലായിരുന്നു. But look at me now. I'm a big star. നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം എനിക്കുണ്ട്. അതൊന്നും ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. Except this. എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു സ്മോക്ക് ചെയ്താൽ വെയിറ്റ് കുറയും, കാണാൻ സെക്സി ആവുന്നൊക്കെ. അവർ പറഞ്ഞോലെ വെയിറ്റ് കുറഞ്ഞു, കാണാനും സെക്സിയായി. പക്ഷേ അതിന് കൂടെ ക്യാൻസറും വന്നു. നിനക്കും എന്നെ പോലെ ആവാം, ബട്ട് വിത്തൗട്ട് ദിസ്. Quit smoking today. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ. എൻ്റെ ആഡിൽ സെലിബ്രിറ്റി സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ അതൊന്നും അല്ല കേട്ടത്. അവരാകെ മനസ്സിലാക്കിയത് സ്മോക്ക് ചെയ്താൽ അവർക്കും സെലിബ്രിറ്റി ആകാമെന്ന്. ഞാൻ വിചാരിച്ച പോലെ തന്നെ പ്ലാൻ ഗംഭീരമായി വർക്കൗട്ടായി.
ഹലോ ഹലോ, വേർ ആർ യു? സോറി, ഹലോ ഹലോ. ആരാ വിളിച്ചത്? കാശ് റെഡി ആയിട്ടുണ്ടെന്ന്, ഞാൻ പുറത്തേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വേണ്ട വേണ്ട, നീ ഇവിടെ ഇരിക്കുന്നതാ നല്ലത്, അതാ സേഫ്. അവി എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ ഇപ്പൊ വരണ്ട. അവി എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നീ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇപ്പൊ തിരിച്ചു വരാം. അവി പറയുന്നത് കേക്ക് ദിയ. അവി പ്ലീസ്. അവിനാഷ്, അവിനാഷ് ഓപ്പൺ ദ ഡോർ. എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോവല്ലേ. അവി, അവി പ്ലീസ്. അവി കം ബാക്ക്. Hey. ഇവിടെ ആരെങ്കിലും വന്നോ? നീ ഓക്കെ അല്ലേ? നിനക്കെന്താ പറ്റിയേ? നിന്റെ കയ്യിലെന്താ കണ്ണ്? നമ്മൾ എങ്ങോട്ടേക്കായി പോകുന്നേ? ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് പറയാവോ? അവരെന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരെന്ത് ചെയ്തൂന്നാ? അവരെന്നെ കൊല്ലാൻ ആളെ വിട്ടു. നീ എന്താ പറയുന്നേ? ഇതേതേ കാറ്? എന്നിട്ട് അയാളെവിടെ? അയാൾ ചത്തു. അവി നീ എന്തായി പറയുന്നേ? അയാളെങ്ങനെ മരിച്ചേ? പറ, നീ അവനെ കൊന്നോ? നിന്നോട് ഞാൻ ചോദിക്കുന്നേ. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയണം. നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? ആ കിഡ്നാപ്പേഴ്സ് എവിടെ? നിനക്ക് തൂക്കം എവിടെ തരില്ലേ? ഞാൻ ലൊക്കേഷൻ പോയിക്കാം. ഇറങ്ങല്ലേ, ഞാൻ പറയുന്ന കേക്ക്. ഇവിടെ സേഫ് അല്ല, നമ്മളോടനെ പോണം. ദിയ, ദിയ പറയുന്ന കേക്ക്.
Priya! There's a bomb inside me! എൻ്റെ ഉള്ളൊരു ബോംബുണ്ട്. ഇതൊക്കെ വെറുതെ, ഇതൊന്നും സത്യമായിരിക്കില്ല. കിഡ്നാപ്പിംഗ് എന്നൊക്കെ വെറുതെ പറഞ്ഞതാ നിന്നെ ടെൻഷൻ ആക്കാതിരിക്കാൻ. സിദ്ധ് എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടാ ബോംബ് എവിടെ? എനിക്കറിയില്ല. എൻ്റെ ബോഡിയിൽ എവിടെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. നിന്റെ ദേഹത്ത് എവിടെയെങ്കിലും മുറിവോ പാടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ ഇത് വിശ്വസിക്കണം? ഇത് അയാൾ അയച്ചതാ. എൻ്റെ കൺമുമ്പിൽ വെച്ചാ കാറ് പൊട്ടിത്തെറിച്ചത്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി മോർ ചാൻസസ്. സിദ്ധിന് എന്ത് പറ്റി? കാശ് എവിടെ? എനിക്കറിയില്ല. അവരെന്നെ പറ്റിച്ചു. നമ്മൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? കാശിന് വേണ്ടി നമ്മൾ എവിടെ പോവും? എനിക്കൊരു പ്ലാനുണ്ട്. നീ ഫോണിങ് എടുത്തേ. കാർ എടുക്കും. ബുള്ളറ്റ് കൊണ്ട് പൊട്ടിയ ഗ്ലാസ് ആരും കാണണ്ട. നിന്നെ അറ്റാക്ക് ചെയ്തതിനുള്ള തെളിവല്ലേ അത്? ഇവിടെ നമ്മൾ വേറൊരു കളി കളിക്കണം. എന്ത്? കണ്ണടച്ചോ. സാർ. കുമാർ, നീ എവിടെ? ഞാൻ സിദ്ധാർത്ഥ് സാറിനെ പിക്ക് ചെയ്യാൻ എയർപോർട്ട് വരെ പോയിക്കൊണ്ടിരിക്കുക. കുമാർ, എനിക്കൊരു ഹെൽപ്പ് വേണം. നീ അത്യാവശ്യമായിട്ട് എയർപോർട്ട് റോഡിൽ കയറി അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഞാനിന്ന് ഇവിടെ ഒരു സ്നേഹാതാവുണ്ട്, അതിൻ്റെ അടുത്ത് നിൽക്കാം. ഓക്കെ, താങ്ക് യു കുമാർ. എയർപോർട്ട് റോഡിലേക്ക് പോവാം വേഗം. ഈ സിദ്ധും പ്രവീണൊക്കെ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തിരുന്നത്? നിനക്ക് ഓർമ്മയില്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സിദ്ധിൻ്റെ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് പ്രവീണായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അയാളാണ് ഇതിന്റെ പുറകിലെന്നാണോ നീ പറയുന്നത്? പക്ഷെ അയാൾ എന്തിനാ നിന്നെ? ഞാൻ കാരണം അയാൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? ഇത് എന്ത് മീറ്റിംഗ്? എൻ്റെ വർക്കഹോളിക് അങ്കിൾ ഒരു പുതിയ ഡീലുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞോ? പിന്നെ വായ്. അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതെനിക്കറിയാമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. Praveen uncle. Hello. This is Siddharth. He's the MD of this company and my nephew too. Sidhu, ഇവരാണ് ചൈനയിലെ ഏറ്റവും വലിയ ടൊബാക്കോ ബ്രാൻഡിന്റെ ഓണേഴ്സ്. Nice to meet you. Nice to meet you, sir. Hello. And this is Avinash. Yeah, sit down. Please sit down. സിദ്ധു, ഇവർക്ക് നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഭാവിയിൽ അതൊരു മെർജറും ആവാം. That's great news. We are the top brand in China and we like to expand our business here in India. Exactly. What makes you so successful in China? Actually, അവരുടെ സിഗരറ്റിൽ there's a very special ingredient. People just love it. It's a proprietary formula patented. അവരത് നമ്മുടെ കമ്പനിയുമായി ഷെയർ ചെയ്യാൻ റെഡിയാണ്. Okay. I'll just come. എന്താടാ? എടാ, ഈ ഡീല് നടക്കാൻ നീ സമ്മതിക്കരുത്. എന്ത് പറ്റി? ദാ, അവരുടെ സിഗരറ്റിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് എക്സ്ട്രീംലി അഡിക്റ്റീവ് ആണ്. എടാ, നല്ലതല്ലേ? നമ്മുടെ സെയിൽസ് കൂടും. എടാ, അത് അഡിക്റ്റീവ് ആണെന്ന് മാത്രമല്ല ഭയങ്കര അപകടമാണ്. നമ്മുടെ ബ്രെയിനൊക്കെ ഇട്ട് ഒരുമാതിരി കുഴപ്പിച്ചാളെ. എടാ, ഞാൻ ഈ ബ്രാൻഡിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു. സംഭവം ഒരു ചൈനയിലെ വലിയ ബ്രാൻഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽസിനൊക്കെ ഇവർ വലിയ രീതിയിൽ കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. വലിയൊരു സ്കാം തന്നെ ഉണ്ട്. നീ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്കെന്താ അതുകൊണ്ട് കുഴപ്പം? നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇറ്റ്സ് മർഡർ അവിനാഷ്. എനിക്ക് ഈ വലിയ ബിസിനസ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ ഡീല് നടന്നാൽ പിന്നെ നീയും ഞാനും ഈ കമ്പനിയിൽ ഓരോരുത്തരും കൊലപാതകളാ. നമ്മൾ എന്ത് ചെയ്യാനാ? ഞാൻ പറയാനുള്ള പറഞ്ഞു. നീ നിനക്ക് തോന്നുന്നു ചെയ്. സത്യ,
സത്യം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ സിദ്ധിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് നീ എന്താ ചെയ്തേ? സിദ്ധിനെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു. ഇതേ കുമാർ നിൽക്കുന്നു, സൈഡിലേക്ക് വന്നു. ഈ വണ്ടിയുടെ ഡിക്കിയിൽ ഒരു ബാഗുണ്ട്, അത് നീ എടുത്തോ. ഓക്കെ. ആ കുമാറേ, കുറെ നേരമല്ലേ വെയിറ്റ് ചെയ്യുന്നു? അത് സാറല്ല. ദിയയുടെ ഫ്രണ്ടിന്റെ വിന്റേജ് വണ്ടിയിൽ ഒരു ഡ്രൈവ് പോയതാ. വണ്ടി ഒന്ന് തട്ടി ബാക്കിൽ ചില്ല് പൊട്ടി. അയ്യോ, എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ലില്ല. ഇതെന്താ പറ്റിയേ? നെറ്റിയിൽ ചോര? അത് ചെറിയൊരു സ്ക്രാച്ച്. നിനക്ക് നിന്റെ മെക്കാനിക്കിനെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? ഇതിങ്ങനെ തിരിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. അതാ. പക്ഷെ എനിക്ക് സിദ്ധാർത്ഥ സാറിനെ പിക്കാൻ എയർപോർട്ടിൽ പോകണമായിരുന്നു. അത് സാരമില്ല, സിദ്ധനെ ഞാൻ ഈ വണ്ടി പോയി പിക്ക് ചെയ്തോളാം. കുഴപ്പമില്ലടാ, വാ. ബ്രേക്ക് ശകലം കുറവാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താക്കോൽ സൂക്ഷിച്ചോ. ചെല. ശരി. എൻ്റെ ഫോൺ ഡെഡാ. ശേ, ഇതിൽ ഐഫോൺ ചാർജറില്ലല്ലോ. ആ അതെ, ആ കാറിലൊരു കണ്ണും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അതോടെ ഇങ്ങ് എടുത്തു. ഇത് തീർക്കാൻ ചിലപ്പോൾ 2 എണ്ണം വേണ്ടി വരും. ഇപ്പോഴും കുറച്ച് ബ്ലഡ് ഉണ്ട്. എന്നിട്ട് ആ ചൈനീസ് ഡീൽ എന്തായി? ഈ പ്രോജക്ട് റിപ്പോർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രവീണൊക്കെ ഇത് കലക്കില്ല. Really? ഇത് ഉറപ്പായിട്ട് നോക്കാം. Oh, do you think so? Of course I think so. This is the... Yeah, this is it. Sure. Okay. എന്ത് പറ്റി? സിറ്റി ഡീലിൽ നീ സമ്മതിക്കരുത്. വാട്ട്? നീ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിലും ഇവിടെ നിനക്കെന്താ കാര്യം? 1 second. എന്താ നീ അങ്ങനെ പറയാൻ കാര്യം? ഇവർ ചൈനയിലെ ടോപ്പ് ബ്രാൻഡ് അല്ലേ? ഇവരുടെ സിഗരറ്റ്സ് ഭയങ്കര അഡിക്റ്റീവാണ്. അതാണ് നമ്മുടെ ബിസിനസ്സിന് നല്ലത്. അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. എന്നുവെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ പുതിയ ബ്രാൻഡിന് അഡിക്റ്റഡ് ആവും. ദിവസം 2 പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നവർ 5 അതിൽ കൂടുതലോ വാങ്ങും. സോ വാട്ട്? Exactly. That increases the company's profits. അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല സാർ. ഗുണമുണ്ടാകണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് കാലം ജീവിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷമെങ്കിലും, അല്ലാതെ 5 കൊല്ലമല്ല. ഉടനെ മരിച്ചു പോകുന്ന ഒരു ലോയൽ കസ്റ്റമറിനായിട്ട് എന്താ കാര്യം? ആള് വേണ്ട സിഗരറ്റ് വാങ്ങാൻ. We are success in China. All the youths are buying our brand. That's it. പിന്നെ ഇതിന് എക്സ്ട്രാ മാർക്കറ്റിംഗ് കോസ്റ്റ് വേണ്ടി വരും. വൺസ് നമുക്കൊരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെ സിഗരറ്റ് ആണെങ്കിൽ ഈ ലോയൽ കസ്റ്റമേഴ്സ് സിഗരറ്റ് വാങ്ങാൻ ഒരുപാട് കാലം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പുതിയ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിങ്ങിന് വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ തീരുമാനിക്കുക, ഇതാണോ നമ്മുടെ ബിസിനസ്സിന് നല്ലതെന്ന്. നിന്റെ ഡിപ്പാർട്ട്മെന്റ് ജോലി കുറയ്ക്കാനാണെങ്കിൽ അത് പറ. ഇവരെ കുറ്റം പറയാൻ അവര് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. ഒരു ഷോർട്ട് ടേം ഗെയിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഒരു ലോങ് ടേം ലോയൽ കസ്റ്റമറാണ്. പക്ഷേ നിങ്ങളുടെ കമ്പനിയാണ്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. Sir, please let me explain it to you. Just listen to me, please. Sir, there is no confusion. വെരി ഇംപ്രസ്ഡ് മിസ്റ്റർ അവിനാഷ്. ഷോർട്ട് ടേം ഗെയിനിന് പകരം ലോങ് ടേം ലോയൽ കസ്റ്റമർ. കൊള്ളാം. തനിക്ക് തരുന്ന പൈസ പോകത്താണെന്ന് മനസ്സിലായി. പക്ഷെ താൻ പ്രവീൺ അങ്കിളിനെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. If I were you, I'd be scared for my life. ചൈനീസ് കമ്പനി, പ്രവീൺ, സിഡ്, ഇവരെല്ലാവരും എൻ്റെ പിന്നിൽ, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അവരൊക്കെ തന്നെ അതിനോട് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അവർ ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എല്ലാ തെളിവുകളും ഇല്ലാതാക്കാൻ. പക്ഷെ നീ ആ ചൈനീസ് ഡീൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധു സമ്മതിച്ചല്ലേ? അതെ, പക്ഷെ എനിക്കറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ആർക്കറിയാം? അവരുടെ ഒരു കുടുംബമല്ലേ. സമയമായി, വാ. ഹായ്, നിങ്ങളെന്താ ഇവിടെ? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. കുമാർ എവിടെ? കേറ്, പറയാം. ആ രാവിലത്തെ ഇഷ്യൂ സോർട്ടായില്ലേ അഭി? പ്രവീൺ നിങ്ങൾ സോർട്ട് ചെയ്തില്ലേ അതെല്ലാം? കേറ്, പറയാന്ന് പറഞ്ഞില്ലേ? നീ എന്താ വല്ലായിരിക്കുന്നേ? കേറ്റൻ, ഇവിടെ ഒരുപാട് നേരം പാർക്ക് ചെയ്യാൻ പറ്റില്ല.
കേറിയില്ലെങ്കിൽ ഐ സ്വയർ I'll shoot you. അവി എന്തേ കാണിക്കുന്നത്? കേറാൻ പോ. അവി വാട്ട് ഈസ് ഓൾ ദിസ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇനിയൊന്നും പറയണ്ട. ഐ എം ഡൺ വിത്ത് യു. നിന്റെ ആ കിഴങ്ങൻ അങ്കിളിനെ വിളിക്കും. നേരത്തെ വന്ന ലൊക്കേഷനിലേക്ക് 1 കോടി രൂപയായിട്ട് വരാൻ പറ. 1 കോടി രൂപ? അതെ, 1 കോടി രൂപ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നു പറ. വിളിക്കാം. Hello, yes. പ്രവീൺ അങ്കിൾ, സിദ്ധു. Tell me. അവിനാഷ് has a gun pointed at my head. What? 1 കോടി രൂപയായിട്ട് വരണമെന്നാ പറയുന്നത്. അതേ ലൊക്കേഷനിലേക്ക് ഒറ്റയ്ക്ക്. What are you saying? അതേ ലൊക്കേഷനിലേക്ക് ഒറ്റയ്ക്ക് വരണമെന്ന്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്നു പറ. അല്ലെങ്കിൽ എന്നെ കൊന്നുകളയെന്നാ പറയുന്നത്. What's happening there, Sidhu? And he sounds quite serious about it. Hello? Hello, Sidhu. Sidhu, listen to me. അഫി, come on man, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാലോ. നീയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്ന എന്തിനാണ്? അവി, നീ എന്താ ചെയ്യുന്നേ? സിദ്, are you okay? നീ വണ്ടി ഓടിച്ചേ. അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ ജീവിച്ചോളൂ. I just wanted to shut him up. I would also like to use this opportunity to introduce you to the man behind the success, Avinash, the prodigy. Only the biggest round of applause for him. Yes. Avi, come on up here. Come, don't be shy. Come. Avinash actually ഇപ്പോൾ ഒരു എംപ്ലോയിനെക്കാളും എനിക്കൊരു ഫ്രണ്ടിനെ പോലെയാണ്. പലപ്പോഴും ആക്ച്വലി അബിയാണ് എൻ്റെ ബോസ് എന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വാ, എനിക്ക് കുറച്ചു നേരം നീ ഷോ ഓഫ് ചെയ്യും. താങ്ക് യു സിദ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സിദ് ഇത്രയും സത്യങ്ങൾ ഒരുമിച്ച് പറയുന്നത്. ഈ കമ്പനിയിലെ എല്ലാവരോടും, സ്പെഷ്യലി മൈ ടീം, ദ ബോർഡ് മെമ്പേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് പ്രവീൺ സർ, എൻ്റെ ഈ ഐഡിയ എൻകറേജ് ചെയ്തതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഞാൻ വീണ്ടും അവരോട് ഒരുപാട് നന്ദി പറയാം. താങ്ക് യു. ആൻഡ് സിദ്, എല്ലാത്തിനുപരി ഞാൻ നന്ദി പറയേണ്ടത് തന്നോടാണ്. ഞാനിവിടം വരെ എത്തിയെങ്കിൽ അതിന് താൻ മാത്രമാണ് കാരണം. താങ്ക് യു. ഇതിന്റെ പിന്നെന്ത്? 2125. സിദ്ധു, അവിടെ നിൽക്ക. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നമുക്കിത് സംസാരിച്ച് തീർക്കാം പ്ലീസ്. എനിക്ക് നിങ്ങളുടെ കള്ളകൾ ഇനി കേൾക്കണ്ട. ഒറ്റയ്ക്കാണ് വന്നത്. യെസ്. കാശ് കൊണ്ടുവന്നോ? ഇവിടെ ഉണ്ട്. ബാഗ് അവിടെ സിദ്ധിന്റെ അടുത്തേക്കോ. Raise your hands. Oh my God. നീ എന്താ അവരെ ചെയ്തേ? Is he okay? I said raise your hands. അവിനാഷ് പ്ലീസ്. തിരിഞ്ഞേക്കുക. എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? What are you saying? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മതി. താൻ എന്നെ കൊല്ലാൻ ആളോട്ടില്ലേ? For God's sake, ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയണ്ട. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം സിദ്ധുവിനെ വിളിച്ച് നിനക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവനത് നോക്കിക്കൊള്ളുന്ന പറയുകയും ചെയ്തു. സിദ്ധിനോടുള്ള അതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവനത് ഹാൻഡിൽ ചെയ്തോളെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വേറെ ഒന്നും എനിക്ക് അറിയില്ല. പ്ലീസ്. ബോംബിനെ കുറിച്ച് എനിക്കെന്തറിയാം? ബോംബ്? അനങ്ങരുത്.